ആലപ്പുഴക്കാരന് നേരെ ആൾക്കൂട്ട ആക്രമണം. ഒഡീഷയിൽ ആൾക്കൂട്ട ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ആലപ്പുഴക്കാരനായിട്ടുള്ള 30 വയസ്സുകാരൻ. ഇതിൻ്റെ വിശദാംശങ്ങൾ ഒഡീഷയിലെ ഖേത്രാജ്പൂർ പോലീസ് സ്റ്റേഷൻ SP അരുൺ മിശ്രയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വിഷ്ണു സിബു എന്ന് പറയുന്ന 30 വയസ്സുകാരൻ. അദ്ദേഹം ഒറീസയിലെ ബരാക് ജില്ലയിൽ വെൽഡിംഗ് തൊഴിലാളിയായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് ബരാക് ജില്ലയിൽ നിന്നും ഒഡീഷയിലെ സാമ്പൽപൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ജോലി തേടിയെത്തി. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദിക്കാനുള്ള കാരണം, അദ്ദേഹം അവിടെ എത്തുമ്പോൾ അതിനു മുൻപ് ആ പ്രദേശത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘമുണ്ട് എന്ന രീതിയിൽ വലിയ ഒരു ഉത്കണ്ഠ അവിടെ പരസ്പരം ആൾക്കാർ പറഞ്ഞിങ്ങനെ പരത്തിയിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ സാമ്പൽപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നത്. അദ്ദേഹം എത്തുമ്പോൾ നേരത്തെ തന്നെ അവിടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ സജീവമാണ് എന്നുള്ള നാട്ടുകാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതിങ്ങനെ പടർന്ന് പിടിച്ച ഒരു വിശ്വാസമാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യമൊന്നും SP അജയ് മിശ്ര പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പശ്ചാത്തലം വിവരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബരാക് ജില്ലയിൽ നിന്നും വിഷ്ണു ജോലി തേടി സാമ്പൽപൂർ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു പാർക്കിൽ കുറെ നാളായി അലഞ്ഞു നടന്നു. 15 ദിവസമാണ് അദ്ദേഹം അവിടെ ജോലി തേടി അലഞ്ഞു നടന്നത്. അദ്ദേഹത്തിന് ഭാഷ അത്ര വശമായിരുന്നില്ല. ഒഡീഷ ഭാഷ തീരെ വശമുണ്ടായിരുന്ന ആളല്ല ഈ പറയുന്ന വിഷ്ണു. അതുകൊണ്ട് അദ്ദേഹത്തോട് ആളുകൾ പലതവണ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, എവിടെ നിന്ന് വരുന്നതാണ്. കാരണം അപരിചിതനാണ്, യാതൊരു പരിചയവും ഗ്രാമവാസികൾക്കില്ല, അവർക്കില്ല, അവിടുത്തുകാർക്ക് സമീപ പ്രദേശത്തെങ്ങും ഇങ്ങനെ ഒരാളെ നേരത്തെ കണ്ടിട്ടില്ല. അങ്ങനെ 15 ദിവസമായി പലരും ഇയാളെക്കുറിച്ച് സംശയം ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പശ്ചാത്തലം ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അവിടെ സംഘങ്ങൾ സജീവമാണെന്നുള്ള ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഈ വിഷ്ണു അവിടെ വന്നുപെടുന്നതും ആൾക്കൂട്ടത്തിന്റെ സംശയത്തിന് ഇടയാക്കുന്നത്. 15 ദിവസമായി ഇദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പലരും ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു. അവസാനം ഞായറാഴ്ച വിഷ്ണുവിനെ ആൾക്കൂട്ടം വളഞ്ഞിട്ട് വിഷ്ണുവിനോട് ഇവരെ ചോദിച്ചു. അവർക്ക് മറ്റു ഭാഷകൾ അറിയില്ല, വിഷ്ണുവിന് ഒഡീഷയും അറിയില്ല. അങ്ങനെ ഒഡീഷ ഭാഷയിൽ വിഷ്ണുവിന് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കാൻ പറ്റാതായതോടുകൂടി ആൾക്കൂട്ടത്തിന്റെ സംശയം ബലപ്പെട്ടു. ആൾക്കൂട്ടം തീരുമാനിച്ചു, ഇയാൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി താഴെയിട്ട ഈ വിഷ്ണുവിനെ മൃതപ്രായനായ അവസ്ഥയിലാണ് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ പോലീസ് വിഷ്ണുവിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, ഞാൻ ഇതുപോലെ കേരളത്തിൽ നിന്ന് വരുന്നയാളാണ്, വിഷ്ണു എന്നാണ് പേര്, ആലപ്പുഴയാണ് സ്വദേശം. അദ്ദേഹം അഡ്രസ്സും വിശദാംശങ്ങളും ഒക്കെ നൽകി. അങ്ങനെ ഈ ഖേത്രാജ് പോലീസ് ഇവിടെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചു. അതിനുശേഷം പോലീസിന്റെ നേതൃത്വത്തിൽ വിഷ്ണുവിനെ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ്, അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഈ മാസം 15-ാം തീയതി പശ്ചിമ ബംഗാളിൽ ഉണ്ടായി. അവിടെ ഒരു മലയാളി യുവാവിനെ സമാനമായ നിലയിൽ ആൾക്കൂട്ടം അടിച്ചു കൊന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ സംഗിജാൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ ഇദ്ദേഹം ഇവിടുത്തെ പശ്ചിമ ബംഗാളിലെ സുഹൃത്തുക്കളുമായി അവിടെ ചെന്നതാണ്. യഥാർത്ഥ സ്വദേശം എന്ന് പറയുന്നത് കാസർഗോഡിന് മംഗലാപുരം അതിർത്തിയിലുള്ള ഒരാളാണ്. ഈ പശ്ചിമ ബംഗാളിൽ കൊല്ലപ്പെട്ട ആ യുവാവിന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരം അതിർത്തിയോട് ചേർന്ന്, കാസർഗോഡ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ്. അപ്പൊ അദ്ദേഹം അവിടെ നിന്നും പശ്ചിമ ബംഗാളുകാരായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഭായിമാരുമായിട്ട് പശ്ചിമ ബംഗാൾ കാണാൻ പോയതാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ വിഷ്ണുവിന് സംഭവിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന സംഗി ജഗൻ എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക്, ആ സ്ഥലത്തിന്റെ പേരാണ്, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോയപ്പോഴും ഇപ്പോൾ വിഷ്ണുവിന് ഏറ്റതുപോലെ തന്നെ സമാനമായ മർദ്ദനമേറ്റു എന്ന് മാത്രമല്ല അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ആ സംഗീതൻ മാർക്കറ്റിൽ ഇതേപോലെ സംശയിച്ചു. കാരണം പുതിയൊരാളാണ്, അവിടെ പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് തിരികെ പോകാനുള്ള വഴിയും അറിയില്ല. ഇവർ ചോദിക്കുന്ന ബംഗാളി ഭാഷയിലുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
അങ്ങനെ വന്നപ്പോഴേക്കും കള്ളൻ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. അത് ഈ മാസം തന്നെയാണ്, ഈ മാസം 15-ാം തീയതിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10-13 ദിവസത്തിനകം 2 മലയാളികളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റു. നമ്മുടെ ഇവിടെയും അത്തരത്തിൽ മർദ്ദനം ഏറ്റ് കൊല്ലപ്പെട്ട നമ്മുടെ മധുവിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, ആൾക്കൂട്ടം മർദ്ദിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മലയാളികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഈ ഹിന്ദിയോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയോ അറിയാതെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മളവർക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഗ്രാമീണർക്ക് അവരുടെ വേഷവിധാനങ്ങളല്ല നമ്മുടേത്. അതുപോലെ തന്നെ അവരുടെ തലക്കെട്ടും കാര്യങ്ങളും നമുക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു അപരിചിതൻ എന്ന രീതിയിൽ അവർക്ക് മുദ്ര കുത്താൻ കഴിയും. അങ്ങനെ ചോദിക്കുകയും നമ്മുടെ മലയാളികളെ പോലെ അല്ല അവർ. നമുക്കാകെ ഈ മധുവിൻ്റെ മാത്രം അനുഭവമേ ഉള്ളൂ. മധുവിനെ ആൾക്കൂട്ടം വളഞ്ഞിട്ട് തല്ലിക്കൊന്നു, മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ കൊന്ന ആ ചരിത്രം മാത്രമാണ് കേരളത്തിൽ സമീപകാലത്തുണ്ടായത്. അല്ലാതെ അങ്ങനെ മലയാളികൾ ചേർന്ന് ഈ സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കുക അങ്ങനെയുള്ള ഇടപാടിനൊന്നും നമ്മളങ്ങനെ നിൽക്കാറില്ല. പക്ഷേ ഈ ഉത്തരേന്ത്യക്കാരുടെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, കള്ളനാണെന്ന് ആരോപിക്കുക, അതേപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആരോപിക്കുക, ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആൾക്കൂട്ടമർദ്ദനം അവിടെ പതിവാണ്. ഈ ആൾക്കൂട്ടമർദ്ദനം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിവാണ്. ചിലപ്പോൾ അത് മതത്തിൻ്റെ പേരിലാകാം, ചിലപ്പോൾ അത് പശു കടത്തിൻ്റെ പേരിലാകാം. ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഈ മലയാളികളെ പോലെ നമ്മളെപ്പോലെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഇത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് വേണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ. അല്ലെങ്കിൽ സമീപവാസികളുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പുതിയ ജോലി അന്വേഷിച്ച് പോകാവൂ. നമ്മുടെ നാട്ടിൽ തന്നെ ആരെങ്കിലും ജോലി അന്വേഷിച്ച് വന്നാൽ നമ്മളെ ഉടൻ തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ അവരെ നമ്മൾ സംശയിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവരങ്ങനല്ല. ഇവർ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ഭാഷയാണ് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ മാസം 2 മലയാളികളാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്കിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന മലയാളികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ രണ്ട് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. കാരണം ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് ഒന്നുകിൽ ഭാഷ അറിയുക, അതല്ല എങ്കിൽ അവിടുത്തെ നമ്മളെ ആരാണോ കൊണ്ടുപോകുന്നത്, നമ്മളെ ആരാണോ അവിടെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത്, അവരുടെ സഹായം നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഇത്തരം അവിടെ ഭയങ്കര വയലൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനം. നമുക്കറിയാമല്ലോ, പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവബോധം അവർക്ക് കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെ അപരിഷ്കൃതമായിട്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജോലി തേടി ഇവിടെയൊക്കെ വരുന്നവർ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒഡീഷ പോലുള്ള സ്ഥലത്തെ ഗ്രാമങ്ങളുടെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ. അവിടെയാണ് ഈ പാവപ്പെട്ട വിഷ്ണു പോയി ചാടിയത്. അങ്ങനെ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചു. നേരത്തെ ഈ പറയുന്ന മംഗലാപുരം സ്വദേശിയെ ആയിട്ടുള്ള മലയാളിയെ കൈയും കാലും കയറുകൊണ്ട് കെട്ടിയിട്ട് മർദ്ദിച്ച് കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ വിഷ്ണുവിന് അത്രയും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം നേരിടുക, കൈയും കാലും കെട്ടിയിട്ടുള്ള അത്തരം ഒരു ആക്രമണം നേരിടണമെന്നില്ല. മധുവിനെ കൊല്ലുന്നതിന് മുൻപായിട്ടും കൈ കെട്ടിയിട്ടാണ് മധുവിനെ മർദ്ദിക്കുന്നത്. അപ്പോൾ വിഷ്ണു എന്തായാലും ഭാഗ്യം കൊണ്ടാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം എന്ന് പറയാൻ അറിയുമല്ലോ, ഉത്തരേന്ത്യയിൽ കല്ലും വടിയും കൈ കിട്ടുന്നത് എന്തുകൊണ്ടും അവർ ആക്രമിച്ചു കളയും. അത്തരമുള്ള അപരിഷ്കൃതമായിട്ടുള്ള ഗ്രാമവാസികളാണുള്ളത്. അപ്പോൾ അവിടേക്ക് ചെല്ലുന്ന മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലാണ്. ഭാഷ അറിയുക, അതല്ലെങ്കിൽ അവിടേക്ക് പരമാവധി പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ 2 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.